ടു മാക്സിമംസ് IIT ജാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് തിയറി റിലേറ്റഡ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. സോ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുൻപ് മാക്സിമോണിൻ്റെ IIT ജാം ആൻഡ് CUET PG കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എക്സ്ക്ലൂസീവ്ലി ഫോർ IIT ജാം ആൻഡ് CUET PG ആസ്പിരൻസ് ആണ്. അതിനകത്ത് നമ്മൾ ഡെയിലി ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുൻപ് തന്നെ നമ്മൾ ഡെയിലി ഒരു സിമ്പിളായിട്ട് ബേസിക്സ് കൺസെപ്റ്റുകൾ വെച്ചുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഡെയിലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലൈവ് സെഷൻസ് ഉണ്ടാവും ആൻഡ് അതർ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അവിടെ. സോ ഓപ്പൺ ഫോർ ഓൾ ആണ്. താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോയുടെ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. സോ താല്പര്യമുള്ളവർ ആ ലിങ്കിൽ ത്രൂ ജോയിൻ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് QR സ്കാൻ ചെയ്യാം. സോ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ ഫോർ ദി സിമെട്രിക് ഗ്രൂപ്പ് S13. അപ്പോൾ ഈ സിമെട്രിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താ, SNകൾ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സിമെട്രിക് ഗ്രൂപ്പ് ഓഫ് ദി അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് ഓഫ് N ലെറ്റേഴ്സ്. അതായത് നമ്മൾക്ക് എന്ത് വരും, 1 2 3 എക്സെട്ര N-1 N വരെയുള്ള എലമെന്റ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പെർമ്യൂട്ടേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സേ എക്സാമ്പിൾ സിഗ്മ ഈസ് ഈക്വൽ ടു 1 2 into 3 4 എന്നൊക്കെ പറയുന്നത് പെർമ്യൂട്ടേഷൻസ് ആണ്. ഈ പെർമ്യൂട്ടേഷൻസിനെ നമുക്ക് ഡിസ്ജോയിന്റ് സൈക്കിളായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ ഈ SNകൾ എന്ന് പറയുന്ന ഈ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ സിമെട്രിക് ഗ്രൂപ്പിനകത്ത് നമ്മൾക്ക് ഇതിനകത്തുള്ള എലമെന്റ്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഫസ്റ്റ്ലി നമ്മൾക്ക് പാർട്ടീഷൻസ് ഓഫ് Nനെ കൺസിഡർ ചെയ്യാം. സോ ഈ പാർട്ടീഷൻസ് ഓഫ് Nനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ Nനെ പല രീതിയിൽ പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. സേ N1 പ്ലസ് N2 പ്ലസ് എക്സെട്ര പ്ലസ് NR എന്നുള്ള ഫോമാറ്റിൽ നമുക്ക് Nനെ പാർട്ടീഷൻ ചെയ്യാമെന്ന് വിചാരിക്കും. സോ ഇങ്ങനെയുള്ള പാർട്ടീഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു സ്ട്രക്ചറുള്ള സം സിഗ്മ നമുക്ക് അവിടെ ബിലോങ് ചെയ്യുന്നുണ്ടാവും. ഈ സിഗ്മയുടെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേ ഓർഡർ ഓഫ് സിഗ്മ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, LCM ഓഫ് ദിസ് N1 N2 എക്സെട്ര NR ആയിരിക്കും. ഓക്കെ. സോ അപ്പോൾ ഇവിടെ നമുക്ക് പെർട്ടിക്കുലർലി നമുക്ക് S13ൻ്റെ കേസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്താണ് കൺസിഡർ ചെയ്യേണ്ടി വരിക, ഇവിടെ പാർട്ടീഷൻസ് ഓഫ് 13 ആണ് നമ്മൾക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും അല്ലേ. സോ എൻറ്റയർ പാർട്ടീഷൻസ് ചെയ്ത എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് 42 ഉണ്ടോ നോക്കണം, 35 നോക്കണം, 27 ആൻഡ് 60 അല്ലേ. സോ നമുക്ക് എന്ത് വേണം, പാർട്ടീഷൻസ് എഴുതണം. പാർട്ടീഷൻസിനകത്ത് നമുക്ക് എന്ത് വരണം, LCM ഈക്വൽ ടു 42 വരണം അല്ലേ. സോ 13ൻ്റെ പാർട്ടീഷൻ ആണ്. സോ ഈസിലി നമുക്ക് എന്ത് പറയാം, 6 + 7 എന്ന് പറയുന്നത് ഈസ് LCM നമുക്ക് എന്തായിരിക്കും തരുന്നുണ്ടാവുക, 42 ആണ്. ആൻഡ് 6 + 7 13 ആണ് തരുന്നത്. സോ S13 ഹാസ് ആൻ എലമെന്റ് ഓഫ് ഓർഡർ 42 എന്ന് പറയുന്നത് ട്രൂ ആണ്. ഇനി സെക്കൻഡ് ഈസ് 35 അല്ലേ. സോ ഈ 35 എന്ന് പറയുമ്പോൾ 5ഉം 7ഉം LCM നമുക്ക് എന്ത് തരും, LCM നമ്മൾക്ക് 35 തരും അല്ലേ. സോ LCM ഓഫ് 5 ആൻഡ് 7 35 ആണ്. പക്ഷേ 5 + 7 12 വരുന്നുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, നമുക്കൊരു +1 കൊടുക്കാം. കാരണം LCM ഓഫ് 1ഉം 5ഉം 7 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെയായിരിക്കും അവിടെ വരുന്നുണ്ടാവുക, അവിടെ 37 ആയിരിക്കും, 35 തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. സോ S13 ഹാസ് ആൻ എലമെന്റ് ഓഫ് ഓർഡർ 35 ആണ്. പക്ഷെ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ഹാസ് നോ എലമെന്റ് എന്നാണ്. സോ ഓപ്ഷൻ ബി നമ്മൾക്ക് ഫോൾസ് ആയി അല്ലേ. ആൻഡ് ഓപ്ഷൻ സിയിലേക്ക് വരുന്ന സമയത്ത് ഹാസ് ആൻ എലമെന്റ് ഓഫ് ഓർഡർ 27 എന്നാണ്. പക്ഷേ 27 എന്ന് പറയുമ്പോൾ നമുക്ക് 9 × 3 നമുക്ക് 27 ആണ്. പക്ഷെ ഒരു പാർട്ടീഷന്റെ കേസിൽ നമ്മൾക്ക് എന്ത് തരില്ല, LCM നമ്മൾക്ക് എന്ത് വരുന്നുണ്ടാവില്ല, 27 വരുന്നുണ്ടാവില്ല. സോ ഓപ്ഷൻ ബിയും ഹാസ് ആൻ എലമെന്റ് ഓഫ് ഓർഡർ 27 എന്ന് പറയുന്നതും നമുക്ക് അവിടെ എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. ഇനി 60 ആണ് അല്ലേ. സോ ഈ 60 വരണമെങ്കിൽ നമുക്ക് ഒരു 20 വരണം അല്ലേ. 20 വരണമെങ്കിൽ 4ഉം 5ഉം വരണം അല്ലേ. സോ 4ഉം 5ൻ്റെയും എലമെന്റ് 20 വന്നു, പ്ലസ് ഒരു അപ്പോൾ 20 ആയി അല്ലേ. 20ലേക്ക് നമുക്ക് GCD 1 ആയിട്ട് നമ്മൾ 3നെയും കൂടെ ആഡ് ചെയ്യാം. സോ നമുക്ക് 7 + 5 12 ആയി. സോ 12 + 1 അല്ലേ 13 ആയി. ഇപ്പോൾ സമ്മ് നമുക്ക് എന്തായി, 13 ആയി. ഓൾസോ LCM ഓഫ് ദിസ് 1 3 4 ആൻഡ് 5 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആണ്. കാരണം എന്താണ്, ഇത് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എലമെന്റ്സുകളാണ്. ഞാൻ അങ്ങനെയാണ് എലമെന്റ്സിനെ പിക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ. നമുക്ക് 20 വരണം. സോ 4 + 5 20 വരും. ആൻഡ്
20 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 60 ആണ്. സോ 20 60 നമുക്ക് ഇൻറ്റു 3 ആണ്. സോ നമുക്ക് ഈ 3 4 5 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അവിടെ എന്തായിരിക്കും, അതിൻ്റെ GCD 1 ആയിരിക്കും. സോ LCM നമുക്ക് എന്ത് തരും, 60 തരും. സോ S13 ഹാസ് എൻ എലമെന്റ് ഓഫ് ഓർഡർ 60. പക്ഷെ നമ്മളടുത്ത് വീണ്ടും ചോദിച്ചിരിക്കുന്നത് ഹാസ് നോ എലമെന്റ് ഓഫ് ഓർഡർ 60 എന്ന. സോ ഓപ്ഷൻ ഡി നമ്മൾക്ക് ഫോൾസ് ആയി. സോ ഓൺലി കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ എ ആയിരിക്കും. So next questionലേക്ക് പോവാം. Which one of the following groups has elements of order 1, 2, 3, 4 and 5 but does not have an element of order greater than or equal to 6? അല്ലേ? സോ എഗെയിൻ നമ്മൾക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന അതേ കൺസെപ്റ്റ് ആണ്. SNകളും ANകളുമാണ്. AN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SNന്റെ സബ് ഗ്രൂപ്പാണ് നമ്മൾക്ക് എന്ത് AN എന്ന് പറയുന്നത്. AN is a sub group of SN ആണ്. ആൻഡ് ANന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് എന്താണ്, ഇത് സെറ്റ് ഓഫ് ഓൾ ഈവൻ പെർമ്യൂട്ടേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, AN എന്ന് വിളിക്കുന്നത്, നെയിംഡ് ആസ് ദി ഓൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ്സ്. അല്ലേ? SNകളുടെ അകത്തുള്ള എലമെന്റ്സുകളായിരിക്കാം അവിടെ ഈവൻ പെർമ്യൂട്ടേഷൻസും ഓഡ് പെർമ്യൂട്ടേഷൻസും ഉണ്ട്. അല്ലേ? ഈ ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ ഗ്രൂപ്പ്, സെറ്റ് ഓഫ് ഓൾ ഈവൻ പെർമ്യൂട്ടേഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് നെയിം ചെയ്തിരിക്കുന്നത്, ഓൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് AN എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾക്ക് S6 വേണം, A6 വേണം, S5 വേണം, A5 വേണം. അല്ലേ? സോ ഫസ്റ്റ്ലി നമ്മൾക്ക് S6 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ S6ന്റെ അകത്തുള്ള പാർട്ടീഷൻസ് എടുത്തു. സോ നമ്മൾക്ക് ചെക്ക് ചെയ്യേണ്ടത് 1, 2, 3, 4, 5 ഓർഡറുള്ള എലമെന്റ്സുകൾ ഉണ്ടായിരിക്കണം. പക്ഷേ 6 ഓർഡറോ 6ന് ഗ്രേറ്ററോ ഉണ്ടാവാൻ പാടില്ല. അല്ലേ? അപ്പോൾ 6 തന്നെ നോക്കിയാൽ മതിയാവും. സോ ഫസ്റ്റ്ലി നമ്മൾക്ക് എന്ത് ചെയ്യാം, S6ന്റെ എങ്ങനെയൊക്കെ പാർട്ടീഷൻസ് ചെയ്യാം, 1 + 1 +, സോ എൻറ്റയർലി 1 ആണ്, 3, 4, 5 + 6. അല്ലേ? ഇത് നമുക്ക് LCM എന്തായിരിക്കും തരുന്നുണ്ടാവുക, LCM 1 ആണ് തരുന്നുണ്ട്. സോ 1 ഓർഡർ എലമെന്റ് എല്ലാ ഗ്രൂപ്പിനകത്തും 1 ഓർഡർ എലമെന്റ് എക്സിസ്റ്റ് ചെയ്യും, വിച്ച് ഈസ് ദി ഐഡന്റിറ്റി പെർമ്യൂട്ടേഷൻ. അല്ലെ? ഐഡന്റിറ്റി എലമെന്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. സോ നെക്സ്റ്റ് എനിക്ക് കിട്ടേണ്ടത് ഒരു 2 ഓർഡർ എലമെന്റാ. സോ നമുക്ക് അവിടുന്ന് LCM നമുക്ക് എന്ത് വരണം, LCM 2 കിട്ടണം. LCM 2 കിട്ടണമെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും 2 എണ്ണം ആഡ് ചെയ്യുക, അതായത് 2 കൊടുക്കുക, ഒരു 2 കൊടുക്കുക, ബാക്കിയെല്ലാം 1 കൊടുക്കുക. സോ 4 + 2. അല്ലേ? സോ ഇത് നമുക്ക് എന്ത് തരും, LCM 2 തരുന്നുണ്ടാവും. അല്ലേ? ഓൾസോ നമുക്ക് എന്തും കൂടെ തരും, 1 + 2 + 2 എന്ന് പറയുന്നതും നമുക്ക് എന്തായിരിക്കും, ഇവിടെ LCM നമ്മൾക്ക് 2 ആയിരിക്കും തരുന്നുണ്ടാവും. അല്ലേ? നെക്സ്റ്റ് 3 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, 6ന് 3 + 3 എന്ന് എഴുതാം. സോ നമുക്ക് ഇവിടെ LCM നമ്മൾക്ക് 3 തരും. 4 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വരും, 2 + 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, 6 കിട്ടുന്നുണ്ട്. സോ LCM അവിടെയും 4 ആണ്. നെക്സ്റ്റ് 5 കിട്ടണമെങ്കിൽ 5 + 1 LCM 5 തരും. ആൻഡ് 6 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, എൻ്റെ ഒരു സിംഗിൾ സൈക്കിൾ 6 എന്ന് എടുക്കാം. ദാറ്റ് ഈസ് LCM നമുക്ക് അവിടെയും 6 തരും. അല്ലേ? സോ S6നകത്ത് എന്തൊക്കെ എലമെന്റ്സ് ഓഫ് ഓർഡർ ഉണ്ട്, ഓർഡർ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട് ആൻഡ് 6 ഉണ്ട്. അല്ലേ? സോ ഇത്രയും ഓർഡർ ഉള്ള എലമെന്റ്സുകൾ അതിനകത്ത് ഉണ്ട്. സോ S6നകത്ത് നമുക്ക് ഹാസ് ആൻ എലമെന്റ് ഓഫ് ഗ്രേറ്റർ ബട്ട് ഡസ് നോട്ട് ഹാവ് ആൻ എലമെന്റ് ഓഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പോൾ ഓപ്ഷൻ സി നമുക്ക് എന്തായി, ഫോൾസ് ആയി. അല്ലേ? ഇനി നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം, A6നെ ചെക്ക് ചെയ്യണം. A6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഈവൻ പെർമ്യൂട്ടേഷൻസ് ആണ്. അല്ലേ? സോ ഈവൻ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസ് ആയിരിക്കണം. അല്ലേ? ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ABC എന്ന് പറയുന്നതാണ് എൻ്റെ സിഗ്മ എങ്കിൽ നമുക്ക് അതിനെ ട്രാൻസ്പോസിഷൻ ആക്കിയിട്ട് നമ്മൾ എങ്ങനെ എഴുതുക, AC × AB ആയിരിക്കും. അല്ലേ? അല്ലെങ്കിൽ നമുക്ക് സിഗ്മ 1 = സം AB × CDE എന്നാണ് എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, AB ആയിട്ട് തന്നെ വരും, CE × CD. അല്ലേ? സോ ഏതൊക്കെയാണോ, എത്ര സൈക്കിൾ ഉണ്ടോ അത്, ഇപ്പോൾ സൈക്കിൾ ഓഫ് ലെങ്ത്, ഇവിടെ സൈക്കിൾ ഓഫ് ലെങ്ത് 3 ആണ്. അല്ലേ? ഇപ്പോൾ ഒരു സൈക്കിൾ ഓഫ് ലെങ്ത് 3 ആണ് എങ്കിൽ അവിടെയുള്ള നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസ് എത്രയായിരിക്കും, 2 ആയിരിക്കും. 2 സൈക്കിൾ ആണെങ്കിൽ പിന്നെ 2 സൈക്കിൾ അത് സിംഗിൾ സൈക്കിൾ, അതായത് 2 - 1 ഒരു ട്രാൻസ്പോസിഷൻ. അല്ലേ? സോ ഇവിടെ നമുക്ക് നോക്കാം, എൻറ്റയർലി 1 + 1 + 1 ആണ്. സോ അഗെയിൻ അതെന്താണ്, അവിടെ ഒരു 1 ആണ്. അല്ലേ? അത് നമുക്ക് ഒരു 1 ഓർഡർ എലമെന്റ് ഡെഫിനറ്റ്ലി A6നകത്തും എക്സിസ്റ്റ് ചെയ്യും. പക്ഷേ സെക്കൻഡ് കേസിലേക്ക് വരുന്ന സമയത്ത് എല്ലാം 1 ആണ്, ഒരു 2 സൈക്കിൾ ആണ്. സോ ഒരു 2 സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു ട്രാൻസ്പോസിഷൻ ആണ്. ദാറ്റ് മീൻസ് അതെന്തല്ല, അതൊരു ഈവൻ എലമെന്റ് അല്ല, ഈവൻ ഓർഡർ എലമെന്റ് അല്ല. അപ്പൊ 2 ഓർഡർ അവിടെ ഈ കേസിൽ ഈ ഒരു സ്ട്രക്ചറുള്ള 2 ഓർഡർ ഇല്ല. പക്ഷെ അടുത്ത സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ 1 + 2 + 2 എന്ന് പറയുമ്പോൾ 2 2 സൈക്കിളുകളാണ്. അപ്പൊ 2 2 സൈക്കിൾ എന്ന് പറയുമ്പോൾ സം AB
ഇൻറ്റു സി ഡി എന്നുള്ള ഫോമാറ്റിലാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സിഗ്മ എന്ന് പറയുന്നത് എ ബി ഇൻറ്റു സി ഡി ആണ് എങ്കിൽ ഓർഡർ ഓഫ് സിഗ്മ നമുക്ക് എന്തായിരിക്കും, സോറി നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസ് ഇതൊന്ന് 2 ട്രാൻസ്പോസിഷൻസ് ആണ്. സോ ഇത് നമ്മൾക്ക് എന്ത് ഫോം ചെയ്യും, അവിടെ ഒരു 2 ഓർഡർ എലമെൻറ്റ്, അതെന്താണ് ഈവൻ പെർമ്യൂട്ടേഷൻ ആണ്. സോ നമുക്ക് എന്ത് കിട്ടി, ഒരു 2 ഓർഡർ എലമെൻറ്റ് കിട്ടി. ഇനി 3 ഓർഡറിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഈ 3 സൈക്കിളിൻ്റെ കേസിൽ ആദ്യത്തെ 3 സൈക്കിളിൽ നമ്മൾക്ക് എത്ര ട്രാൻസ്പോസിഷൻസ്, 2 ട്രാൻസ്പോസിഷൻസ്, രണ്ടാമത്തെ 3 സൈക്കിളിലും 2, അപ്പോൾ 2 + 2 നമുക്ക് എത്ര വരും, 4 ട്രാൻസ്പോസിഷൻസ് വരും അല്ലേ. സോ 4 ട്രാൻസ്പോസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്, ഈവൻ ആണ് അല്ലേ. സോ ഈവൻ പെർമ്യൂട്ടേഷൻ ആണ്. സോ എഗെയിൻ നമുക്ക് എന്ത് കിട്ടി, ഒരു 3 ഓർഡർ എലമെന്റ് A6-നകത്തുണ്ട് എന്ന് കിട്ടി അല്ലേ. ഇനി 2 + 4 എന്ന് പറയുന്നത് കേസിൽ ഒരു 2 സൈക്കിൾ ആണ്. അപ്പോൾ അവിടെ ട്രാൻസ്പോസിഷൻസ് എത്ര, ഒരു ട്രാൻസ്പോസിഷൻ. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര, 4 സൈക്കിൾ ആണ്. 4 സൈക്കിളിൻ്റെ കേസിൽ നമുക്ക് എത്ര ട്രാൻസ്പോസിഷൻസ് വരും, സേ എ ബി സി ഡി എന്നുള്ള ഫോമാറ്റിലാണ് എങ്കിൽ നമുക്ക് AD ഇൻറ്റു AC ഇൻറ്റു AB ആണ്. ദാറ്റ് മീൻസ് 4 - 1 3 ട്രാൻസ്പോസിഷൻസ് അല്ലേ. ഓൾറെഡി ഇവിടെ ഒരു ട്രാൻസ്പോസിഷൻ ഉണ്ട്. സോ 3 + 1 4 ട്രാൻസ്പോസിഷൻസ് ആണ്. സോ എഗെയിൻ ഇതൊരു ഈവൻ പെർമ്യൂട്ടേഷൻ ആയിരിക്കും. സോ A6-നകത്തൊരു 4 ഓർഡർ എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് 5 ആണ്. സോ 5ന്റെ കേസിൽ നമുക്ക് 4 ട്രാൻസ്പോസിഷൻസ് ആണ്. എഗെയിൻ 1 എന്ന് പറയുന്നത് സിംഗിൾ സൈക്കിൾ, അതിനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ നമുക്ക് 4 എലമെന്റ്സ് 4 ട്രാൻസ്പോസിഷൻസ് ആണ്. സോ എഗെയിൻ അതൊരു ഈവൻ പെർമ്യൂട്ടേഷൻ ആണ്. സോ അത് ബിലോങ് ചെയ്യും. പക്ഷെ 6ന്റെ കേസിലോ 6 ഒരു സിംഗിൾ 6 സൈക്കിളാണ്. അപ്പോൾ സിംഗിൾ 6 സൈക്കിൾ എന്ന് പറയുമ്പോൾ 6 - 1 5 ട്രാൻസ്പോസിഷൻസ് ആണ് അവിടെ ഉണ്ടാവുക. സോ അതെന്ത് ഉണ്ടാവില്ല, അതൊരു ഈവൻ പെർമ്യൂട്ടേഷൻ അല്ല, അതൊരു ഓഡ് പെർമ്യൂട്ടേഷൻ ആണ്. സോ ഇവിടെ നമുക്ക് എന്തില്ല, 6 ഓർഡർ എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ നമ്മൾക്ക് ഈ കണ്ടീഷൻ എന്തായി, ഓൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് S6 എന്ത് ഫോം ചെയ്യില്ല, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് 1 ഓർഡർ 2 ഓർഡർ 3 ഓർഡർ 4 ഓർഡർ 5 ഓർഡർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ 6 ഓർഡർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ. സിമിലർലി നമ്മൾക്ക് ഇനി S5-നെയും A5-നെയും കൂടെ നോക്കണം. സോ S5-ലേക്ക് വരാം. S5-ലേക്ക് വരുന്ന സമയത്ത് 5ന്റെ പാർട്ടീഷൻസ് ആണ്. എഗെയിൻ 1 + 1 + 1. സോ നമുക്ക് എന്ത് വരും, അവിടെ 1 വരുന്നുണ്ടാവും. നെക്സ്റ്റ് 2 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, 2 + 2 + 1 അല്ലേ. സോ നമുക്ക് LCM 2 തരുന്നുണ്ടാവും. 3 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, 3 + 1 + 1 നമുക്ക് 3 തരും. 4 കിട്ടണമെങ്കിൽ 4 + 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 4 കിട്ടും. 5 കിട്ടണമെങ്കിൽ നമുക്ക് 5 തന്നെ മതി. സോ നമുക്ക് അവിടെ എന്തായിരിക്കും, 5 ഓർഡർ എലമെന്റ് എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് 6 കിട്ടണമെങ്കിൽ 2 + 3 ചെയ്യാം. 2 + 3 5 ആണ്. അതിൻ്റെ LCM നമുക്ക് എത്ര കിട്ടും, 6 കിട്ടും. സോ S5-നകത്തും എന്തുണ്ട്, എല്ലാ എലമെന്റ്സിൻ്റെയും 6 ഓർഡർ എലമെന്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ ഡിയും നമുക്ക് ഫോൾസ് ആയി. അപ്പോൾ ഇനി നമുക്ക് ആരെയാണ് നോക്കണ്ടേ, A6 ആണോ എന്നാണ് നോക്കേണ്ടത്. സോ നമുക്ക് ഇനി അതിൽ നിന്ന് ഈവൻ എലമെന്റ്സ് ഏതൊക്കെ ഈവൻ എലമെന്റ്സ് ഫോം ചെയ്യും നോക്കണം. 1 ഡെഫിനറ്റ്ലി എന്താണ്, ഈവൻ ആണ്. സോ നമുക്കൊരു A6-നകത്ത് 1 ഓർഡർ എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി 2 2 സൈക്കിളാണ്. സോ 2 2 സൈക്കിൾ എന്ന് പറയുമ്പോൾ 2 ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസ് ആണ്. സോ അതെന്താണ്, ഈവൻ പെർമ്യൂട്ടേഷൻ ആണ്. സോ നമുക്ക് എഗെയിൻ അതൊരു A6-നകത്ത്, സോറി A6 അല്ല A5 ആണ് അല്ലേ. സോ A5-നകത്ത് ബിലോങ് ചെയ്യും. ഇനി ഒരു 3 സൈക്കിൾ ആണ്. 3 സൈക്കിൾ ആണെങ്കിൽ 2 ട്രാൻസ്പോസിഷൻസ് എഗെയിൻ ഈവൻ ആണ്. സോ 3 എലമെന്റ്സ് ബിലോങ് ചെയ്യും. പക്ഷെ 4ലേക്ക് വരുന്ന സമയത്ത് 4 സൈക്കിൾ ആണ്. 4 സൈക്കിൾ ആകുമ്പോൾ 3 നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസ് ആണ്. സോ അതെന്തല്ല, അത് ബിലോങ് ചെയ്യില്ല അല്ലേ. സോ 4 എന്ന് പറയുന്നത് നമുക്ക് ഒരു 4 ഓർഡർ നമുക്ക് എന്ത് ചെയ്യില്ല, അവിടെ എലമെന്റ് എക്സിസ്റ്റ് ചെയ്യില്ല. കാരണം വേറൊരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 4ന്റെ സ്ട്രക്ചർ പാർട്ടീഷൻസ് ചെയ്യും. 5നെ പാർട്ടീഷൻ ചെയ്യുമ്പോൾ LCM 4 കിട്ടുന്നുണ്ടാവില്ല. ഇനി 5ലേക്ക് വരുമ്പോൾ 5 - 1 4 ആണ്. സോ നമുക്ക് എന്തുണ്ട്, 5 ഓർഡർ എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി ഇവിടെ 4 കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഈ ഒരു കണ്ടീഷൻ 1 2 3 4 എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. പക്ഷെ 4 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി നമുക്ക് ഫോൾസ് ആയി. ഓൾസോ 6ലെ കേസിൽ വരുമ്പോൾ നമുക്ക് ഒരു 2 സൈക്കിൾ ഉണ്ട്. അതായത് 1 ട്രാൻസ്പോസിഷൻ ഇവിടെ 3 വരുന്ന സമയത്ത് 2 ട്രാൻസ്പോസിഷൻ. സോ 2 + 1 3 ആണ്. സോ എഗെയിൻ 6 ഓർഡർ എലമെന്റ് നമുക്ക് എന്ത് ചെയ്യില്ല, ഇതിനകത്ത് ബിലോങ് ചെയ്യുന്നുണ്ടാവില്ല അല്ലേ. പക്ഷെ 6 ഓർഡർ എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ബാക്കി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. കാരണം ഇവിടെ ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ട്, 1 2 3 4 5 ഓർഡർ എലമെന്റ് എക്സിസ്റ്റ് ചെയ്യണം അല്ലേ. സോ ഇത് 6 ഓർഡർ തന്നെ മാത്രം ചെക്ക് ചെയ്താൽ പോരാ, പ്ലസ് നമുക്ക് എന്ത് വേണം, ഈ ഓർഡറിലുള്ള എലമെന്റ് ഉണ്ടോ എന്നുള്ളത് കൂടെ നമ്മൾക്ക് ചെക്ക് ചെയ്യണം അല്ലേ. സോ ഓപ്ഷൻ എ മാത്രമാണ് നമ്മൾക്ക് ഇവിടെ ട്രൂ ആയിട്ട് വരുന്നത്. താങ്ക് യു.